അപ്പോൾ ഫ്രണ്ട്സ്, ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് 66ൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PR ഗെയിമിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെയും തുടക്കം എന്ന് പറയേണ്ടി വരും. അതായത് ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ PR ചെയ്തിട്ട് മാത്രം മുന്നിലോട്ടേക്ക് പോകുന്ന ആരൊക്കെയാണ്, അത് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ ആദില ആൻഡ് നൂറയുടെ കൂട്ടുകാരിയായ അനിമോളാണ് ഏറ്റവും വലിയ രീതിയിൽ എക്സ്പോസ്ഡ് ആയത്. PR മോൾ എന്നാണ് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അനിമോളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് 16 ലക്ഷമോ 30 ലക്ഷമോ എത്രയോ തുകയ്ക്ക് PR ഉറപ്പിച്ചിട്ടാണ് അനിമോൾ വീട്ടിലോട്ടേക്ക് വന്നിരിക്കുന്നത്. അതായത് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാനും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സ്വയം വ്യക്തിഹത്യയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല തരത്തിലും വ്യക്തിഹത്യ ചെയ്യുന്നത് കാണാം പലരെയും. ഇതൊക്കെ ഈ PR ടീംസിൻ്റെ പണി മാത്രമാണ്. ഈ PR ടീംസിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇതാണ്: മറ്റുള്ള ആൾക്കാരെ നാണം കെടുത്തുക, നശിപ്പിക്കുക, അവർക്കെതിരെ എന്തെങ്കിലും വളച്ചു കെട്ടിയ ന്യൂസസ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഈ PR ടീമിൻ്റെ പണി. അതുപോലെ ഇപ്പോൾ നമ്മൾ PR കൊടുത്തിരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അവർക്ക് നല്ല റീലുണ്ടാക്കുക, അവരെ കൊണ്ട് കള്ളസത്യങ്ങൾ പറഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ പ്രീതി ഉള്ളതായിട്ട് കാണിക്കുക, വോട്ടിംഗ് കൂടുതലായിട്ട് കാണിക്കുക, അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിപ്പിക്കുക. ഇതിൻ്റെയൊക്കെ ഒരു കളിയായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ സീസൺ നടന്ന വിജയിനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത്രയും ഒരു യോഗ്യതയില്ലാത്തൊരു വിജയ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിനുശേഷം മണിക്കുട്ടനാണ് അതിലുണ്ടായാൽ വെച്ചിട്ട് ഏറ്റവും ഒരു യൂസ്ലെസ് ആയിരുന്ന വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സീസണും അതുപോലെ ഒരു യൂസ്ലെസ് സീസണായിരുന്നു. വൺ ഓഫ് ദ വേഴ്സ്റ്റ് സീസൺ എവർ ഇൻ ദ വേൾഡ് ഹിസ്റ്ററി ഓഫ് ബിഗ് ബോസ് എന്നൊക്കെ പറയേണ്ടി വരും. അതുപോലൊരു വേഴ്സ്റ്റ് ആ സീസണായിരുന്നു. പകുതി വെച്ചിട്ട് നിന്നുപോയതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നലെ തന്നെ അനീഷ് ആദിലേനെ ചൊറിഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതായത് ആദില ക്യാപ്റ്റനായപ്പം പ്ലേറ്റ് മാറി. അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് വിളിച്ചാൽ എണീക്കാത്ത, അല്ലെങ്കിൽ ചൊറിയനൊക്കെ അനീഷിനെ വിളിക്കുന്ന സംഭവം. ക്യാപ്റ്റൻ ആയതിനു ശേഷം ആദില എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എണീറ്റ് ചായയൊക്കെ കുടിച്ചവിടെ നടുമുറ്റത്ത് അല്ലെങ്കിൽ വരാന്തയിൽ ഇരിക്കുന്ന ഒരു തരം പതിവായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അനീഷ് ചോദ്യം ചെയ്തു. അതിൽ തെറ്റൊന്നുമില്ല. കാരണം അനീഷ് കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടിക്ക് വിളിക്കുന്ന സമയത്ത് ആദിലയ്ക്ക് ഉണ്ടാകുന്ന ചൊറിച്ചൽ, അതായത് വേസ്റ്റ് വെള്ളം പോലും അനീഷിൻ്റെ മേത്തിലോട്ടേക്ക് കൊട്ടഞ്ഞ ആദിലയാണെന്ന് ആലോചിക്കണം. അമ്മാതിരി ഗെയിം കളിച്ച് റിയാസ് വന്നതിന് ശേഷം എക്സ്പോസ്ഡായി, അത്രയും വേസ്റ്റായി. നൂറയുടെ വായിന്ന് തന്നെ പെട്ടുപോയില്ലേ ലാലേട്ട പറയുന്ന രീതിയിലോട്ടേക്ക് മാറിയിട്ടുണ്ട് ആദില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ അപ്പുറത്തേക്ക് ആദിലക്ക് ക്ഷതം വരാനൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം അനീഷും ഷാനവാസൊക്കെ ഇപ്പോൾ ഉറ്റ ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. വെറും സുഹൃത്തുക്കളല്ല, ശത്രുക്കൾ മാത്രമായി മാറിയിരിക്കുകയാണ്. ആ തരത്തിലോട്ടൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർത്തുമ്പി ആയിട്ടുള്ള ഡാൻസ് കളിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൂറയുടെ ഒരു ഗെറ്റപ്പും സംഭവങ്ങളൊക്കെയാണ്. ഡാൻസൊന്നും വലിയ സംഭവമായിട്ടൊന്നും അറിയില്ലെങ്കിലും ആ ഒരു അപ്പിയറൻസും സംഭവങ്ങളൊക്കെ നൂറ് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ചെയ്യുന്നതായിട്ടാണ് തോന്നി. അതുപോലെ കിച്ചണിൽ തമ്പുരാട്ടി ലക്ഷ്മി, യു കെ ലക്ഷ്മിയുടെ ഓവറാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഹൈജീൻ ഇല്ല. ഒരു സെക്കൻഡ് പാത്രം തുറന്നിട്ട് കഴിഞ്ഞാൽ എന്തോ റോഡ് സൈഡിലോ മറ്റേ ഇവരിയ്ക്കുന്നതാണെന്നാണ് ഇവർ വിചാരിക്കുന്നത് തോന്നുന്നു. അത്തരത്തിലാണ് ലക്ഷ്മിയുടെ പെരുമാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു കൺട്രോൾഡ് എൻവയോൺമെൻ്റ് ആണ്. അവിടെ എല്ലാം അത്രയും ഹൈജീനോട് കൂടിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ബോധവും വിവരവും ഇല്ലാത്ത പ്രവൃത്തിയാണ് ലക്ഷ്മി ചെയ്യുന്നത്. ലക്ഷ്മി എന്ത് വള്ളിയെടുത്താലും അത് വയ്യാവേലിയായി മാറ്റുന്ന ഒരു തരം കളിയാണ് ലക്ഷ്മിയുടെ. അത്തരത്തിലാണ് കാര്യങ്ങളുടെ ഒരു കൊണ്ടുപോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.